ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് നമ്മുടെ സാമ്പാർ റെസിപ്പി. സദ്യേൻ്റെ കൂടെയാണെങ്കിലും ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റണ നല്ല അടിപൊളിയായിട്ടുള്ള കുക്കറിൽ വെച്ചിട്ടുള്ള എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത്ര രുചിയോട് കൂടി ഇതേപോലെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സാമ്പാറിന് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മത്തങ്ങ, അതുപോലെ തന്നെ വെള്ളരിക്ക, തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ മുരിങ്ങക്കോല്. ഇതൊക്കെ അധികമാവരുത്, ഓരോ കഷ്ണം വെച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരു പീസ് അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് അത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ എല്ലാ പീസസും അങ്ങനെയാണ് കേട്ടോ. പച്ചമുളക്, ചേന, ബീൻസ്, ഉള്ളി ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പടവലങ്ങ, ചേമ്പൊക്കെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ വലിയ 2 ടേബിൾ സ്പൂൺ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം പരിപ്പാവരുത് കേട്ടോ. ഓവറായിട്ട് പരിപ്പായിട്ടുണ്ടെങ്കിൽ കറി വല്ലാണ്ട് കൊഴുത്തു പോകും കേട്ടോ. ഇനി അതും കഴുകി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പച്ചക്കറിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം പച്ചക്കറീൻ്റെ മുകളിലായി പോകരുത്, പച്ചക്കറീൻ്റെയും കുറച്ച് താഴെയായിരിക്കണം വെള്ളം ഉണ്ടാവേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിൽ കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഒരു ഫിസിൽ കൊടുക്കാം. മൊത്തത്തിൽ 2 ഫിസിൽ. ഇനി ഇങ്ങനെയല്ല, ഒരു ഫിസിൽ ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു ഫിസിൽ കൊടുത്തതിന് ശേഷം ആ ആവി കളയാതെ ഒന്നങ്ങനെ വെച്ചാലും മതിയാകും. കറക്റ്റായിട്ട് നമുക്ക് പച്ചക്കറിയും പരിപ്പൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ എനിക്കിവിടെ ഒരു ഫിസിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഓഫ് ചെയ്തിട്ട് ആവി കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞ് നല്ല കറക്റ്റായ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ഫിസിൽ കൊടുത്ത് ആവി കളയാതെ വെച്ച് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ കറക്റ്റായ രീതിയിലൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പരിപ്പാണെങ്കിലും കഷ്ണങ്ങളാണെങ്കിലും കഷ്ണങ്ങളൊന്നും ഒട്ടും ഉടഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റോട് കൂടി ആ ഒരു ഫിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റി. ഒരു ഫിസിൽ കൊടുത്തതിന് ശേഷം ആവി കളയാതെ തന്നെ വെക്കണം കേട്ടോ. ആവി നമ്മൾ പെട്ടെന്ന് കളഞ്ഞാൽ പച്ചക്കറി വെന്ത് കിട്ടത്തില്ല. അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും ലോ ഫ്ലെയിമിൽ ഒരു ഫിസിലും കൂടെ കൊടുത്താൽ നല്ല കറക്റ്റായ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ സമയം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ വളൻപുളിയിലെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരിട്ട് തന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ, ഓവറായിട്ട് എരിവില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ. വെറും 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഓവറായി പോകരുത്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളൊക്കെ ഇങ്ങനെ പച്ചക്ക് ചേർക്കുന്നത് കൊണ്ട് പൊടികളുടെ പച്ചച്ചവയൊന്നും ഉണ്ടാവത്തില്ല. നല്ല കറക്റ്റായ രീതിയിൽ തന്നെ നമുക്ക് ഇത് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കിട്ടും കേട്ടോ. നമ്മളിത് എണ്ണയിൽ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ആ വെള്ളമൊക്കെ കണ്ടോ കറക്റ്റായ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പം പച്ചക്കറീൻ്റെയും കുറച്ച് താഴെയായിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോഴാണ് ആ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് സാമ്പാറിൻ്റെ ആ വെള്ളമൊക്കെ നല്ല കറക്റ്റായ രീതിയിൽ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ പുളിവെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് നല്ലതുപോലെ ഒന്ന് സാമ്പാർ തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ സാമ്പാർ ഒരു 6 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല കറക്റ്റായ രീതിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി നല്ല രുചിയോട് കൂടി തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിനൊക്കെ നല്ല പ്രത്യേകം നല്ല ടേസ്റ്റായിട്ടുണ്ടാവുള്ളൂ. ഇപ്പം നല്ല നാടൻ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇതാ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. ഈ നല്ലതുപോലെ കടുക് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ഒന്ന് ഉള്ളി വളരെ ചെറുതായിട്ടിങ്ങനെ പൊടിയായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല രീതിയിലൊരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ ഏകദേശം നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറിലേക്ക് ഈ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ നേരത്തെ വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കുക്കറിൽ വെക്കുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. കൂടെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.